പ്രേക്ഷകരെ ഏവർക്കും നമസ്കാരം. ഉസ്മാനിയ തിങ്കൾ ചൊവ്വ VD സതീശൻ, ബുധൻ വ്യാഴം രമേശ് ചെന്നിത്തല, വെള്ളി ശനി KC വേണുഗോപാൽ. ഈ രൂപത്തിലായാലോ? അതല്ലാതെ എന്താ ഇതിനൊക്കെ മറുപടി കൊടുക്കുക? ഡോക്ടർ അകത്തുണ്ട്, ഞായർ അവധി എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ബോർഡാണ് കൊടുക്കുക. അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാക്കുകയാണ്. അതല്ലെങ്കിൽ ഇവരുടെ ഈ പ്രശ്നം ഒതുക്കാൻ, അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തലിനെ പിന്നെ VD സതീശനെ നിയമിച്ചാലും രമേശ് ചെന്നിത്തലിനെ നിയമിച്ചാലും അതേപോലെ KC വേണുഗോപാലായാലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണെങ്കിൽ ശശി തരൂരിനെ ഏൽപ്പിക്കേണ്ടി വരും. വേറെ നിവൃത്തിയില്ലെങ്കിൽ ശശി തരൂരിനെ ഏൽപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ശശി തരൂർ കൂടാതെ മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മകൻ മുരളീധരനുണ്ട്. മുരളീധരനെയും ഏൽപ്പിക്കാൻ പറ്റും. എത്രയും വേഗത്തിൽ നല്ലൊരു തീരുമാനത്തിലെത്തണം. കാരണം ഇവിടെ കേരളത്തിൽ മറ്റു പല പാർട്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ മറ്റ് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ തീരുമാനമെടുത്ത് പിറ്റേ ദിവസം മന്ത്രിസഭ രൂപീകരിക്കലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ മുൻ മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിപ്പെടാൻ സാധിക്കാത്തത് വളരെ പ്രയാസമുണ്ട്, വിഷമമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ KSRTCയിലെ വിഷയം പരിഹരിക്കുക. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അത് പ്രശ്നം എത്രയും വേഗത്തിൽ അതിലേക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ആശാവർക്കർമാർക്ക് അവരുടെ വേതനം 700 രൂപയിൽ രൂപയാക്കി വർദ്ധിപ്പിച്ചതാണ്. അത് എത്രയും വേഗത്തിൽ അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഈ മന്ത്രിസഭ രൂപീകരിക്കണ്ടേ, വാഗ്ദാനങ്ങൾ പാലിക്കണ്ടേ, അതുപോലെ വോട്ട് ചെയ്ത ജനങ്ങളോടൊരു നന്ദി കാണിക്കണ്ടേ. ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ബോംബെയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് വോട്ട് ചെയ്തു പോയ മലയാളികളുണ്ട്. ഇവരെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലാണല്ലോ ഈ മന്ത്രിസഭ അരമണിക്കൂർ കൊണ്ട് തീരുമാനമെടുത്ത് പിറ്റേ ദിവസം മന്ത്രിസഭ രൂപീകരിക്കേണ്ട. മറ്റു പാർട്ടികൾ നമുക്കറിയാം, മറ്റു പാർട്ടികൾ അരമണിക്കൂർ കൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് പിറ്റേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുന്ന നമ്മൾ കണ്ടതാണല്ലോ. ഇവിടെ ഇപ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രി രാജിവെച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ മുഖ്യമന്ത്രി ആരാവണമെന്നൊരു തീരുമാനത്തിൽ എത്തിപ്പെടാത്തത് കൊണ്ടാണ് ചിലരുടെ അഭിപ്രായം ഡോക്ടർ അകത്തുണ്ട് എന്നുള്ളൊരു ബോർഡും വെച്ചിട്ട് ആ രൂപത്തിലാണ് ജനങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ ഈ രൂപത്തിൽ തീരുമാനമാക്കിക്കോളൂ. ഏത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ VD സതീശൻ, ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തല, വെള്ളി ശനി ദിവസങ്ങളിൽ KC വേണുഗോപാൽ. അങ്ങനെ ആ രൂപത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കുക. ഞായർ അവധി ആയിട്ട് പ്രഖ്യാപിക്കുക. ആ രൂപത്തിലുള്ള തീരുമാനം എടുത്താൽ നിങ്ങൾ ഡൽഹിയിലല്ലാതെ എന്ത് ചെയ്യുക? ഡൽഹിയിൽ നിങ്ങൾ എന്ത് പിണ്ണാക്കാൻ നിങ്ങളവിടെ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഉസ്മാനിയാണ് ചോദിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി അതല്ലെങ്കിൽ ശശി തരൂരിനെ പരിഹരിക്കാലോ, അതേപോലെ തന്നെ മുരളീധരനെ പരിഹരിക്കാലോ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെ ഒരു തീരുമാനത്തിൽ ഇതുവരെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് വലിയ ഒരു അബദ്ധം തന്നെ ആയിപ്പോയി എന്നാണ്. ഇവിടെ വോട്ട് ചെയ്ത ആളുകൾക്ക് നിങ്ങൾക്ക് ഇത്തരം ഒരു അബദ്ധം സംഭവിച്ചത് കൊണ്ട് ഈ വോട്ട് ചെയ്ത ആളുകളും പറയുന്നു ഞങ്ങൾക്കും ഒരു അബദ്ധം സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിന് എത്ര വേഗത്തിൽ പരിഹാരം കണ്ടെത്തണം എന്ന് തന്നെയാണ് ഉസ്മാനിയ അഭ്യർത്ഥിക്കുന്നത്.